കാസർഗോഡ് ജില്ലയിൽ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയ ശതമാനത്തിൽ നേരിയ വർധനയുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ല ഇത്തവണ സംസ്ഥാനത്ത് വിജയ ശതമാന നിരക്കിൽ ഏറ്റവും പിന്നിലായി മാറി. സംസ്ഥാനത്ത് 77.97% വിജയം. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. 103 സ്കൂളുകളിലായി 16,432 പേർ രജിസ്റ്റർ ചെയ്തതിൽ 16,173 പേർ പരീക്ഷ എഴുതി. ഇതിൽ 11,599 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വർധനയുണ്ടായെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലാണ് കാസർഗോഡ് ജില്ല. കഴിഞ്ഞ വർഷം 71.09% വിജയം. ഇത്തവണ 0.63% വർധനവുണ്ട്. തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിൽ 80.95% വിജയം. സംസ്ഥാനത്തെ ശരാശരിയായ 77.97%-ത്തേക്കാളും 6.25% കുറവാണ് ജില്ലയിലെ വിജയം. ഇത്തവണ നേരിയ വർധനയുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിൽ വിജയ ശതമാനം കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഇക്കുറി 998 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അത് 932 പേർക്കായിരുന്നു. 2 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിലെ വിജയ ശതമാനം 42.2%. 1,416 പേർ രജിസ്റ്റർ ചെയ്തതിൽ 1,365 പേർ പരീക്ഷ എഴുതി. ഇതിൽ 576 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 3 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. 4.55% വിജയം മാത്രമുള്ള GHSS കല്യോട്ടാണ് വിജയ ശതമാന നിരക്കിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പിന്നിൽ. 44 പേർ പരീക്ഷ എഴുതിയ ഇവിടെ 2 പേർ മാത്രമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 0% വിജയം നേടിയ ഏറ്റുമാനൂർ, വെട്ടിമുകൾ, മംഗളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിലാണ് ഈ സ്കൂൾ. 2 പേർ പരീക്ഷ എഴുതിയ അവിടെ ആരും വിജയിച്ചില്ല. മംഗളം പക്ഷേ അൺഎയ്ഡഡ് സ്കൂളാണ്. GHSS അടൂർ 28.79, GHSS ഷിറിയ 18.3, MIC HSS ചട്ടഞ്ചാൽ 11.76, GHSS പൈവളികെ 17.7 എന്നിവിടങ്ങളിൽ 30%-ത്തിൽ താഴെയാണ് വിജയം. MIC ചട്ടഞ്ചാലിൽ 17 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതാണ് ഇവിടെ ശതമാനം ഉയരുവാൻ കാരണം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതാണ് ഇവിടെ ശതമാനം ഉയരുവാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.